ഫുഡ് ഓഫ് ദ ഗോഡ്, ദൈവത്തിന്റെ ഭക്ഷണം. ഒരു വർഷത്തോളം അത് ഒരു കേടും വരാതെ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാന്നാണ് അവർ പറയുന്നത്. രണ്ടും കൽപ്പിച്ച് ഞാൻ എക്സ്ക്ലൂസീവിലെ കുറച്ച് പീസുകൾ വാങ്ങിച്ചു. ഹലോ, ഊട്ടി യാത്രയുടെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഊട്ടിയിൽ നമ്മൾ ആദ്യം ബോട്ട് ഹൗസ് കാണാൻ പോയി, പിന്നീട് ത്രെഡ് ഹൗസ് കണ്ടു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഊട്ടിയിൽ നിന്ന് 3.6 കിലോമീറ്റർ ദൂരത്തിലുള്ള ചോക്ലേറ്റ് മ്യൂസിയം ആണ്. നാഷണൽ ലെവലിലെ തന്നെ ഫസ്റ്റ് എവർ ചോക്ലേറ്റ് മ്യൂസിയം ആണിത്. ഏതാണ്ട് ഒരു 8 മിനിറ്റ് കൊണ്ട് നമുക്ക് ഊട്ടിയിൽ നിന്നും ഇവിടേക്ക് എത്താം. ഊട്ടിയിൽ നിന്ന് ബെട്ടാംസ് റോഡ് വഴി വടക്കോട്ടേക്കാണ് ഞാൻ ആദ്യം പോയത്. ഒരു 350 മീറ്റർ പോയി കാണും. ഈ പോകുന്ന വഴിക്ക് വലതുവശത്താണ് ലാംസ് റോക്ക് ടീ ഗാർഡൻ ഉള്ളത്. അവിടെ ഇറങ്ങിയില്ല, നേരെ വിട്ടു. ഒരു 350 മീറ്റർ പോയി കഴിഞ്ഞപ്പോൾ ഒരു ജംഗ്ഷൻ എത്തി. അവിടുത്തെ ലെഫ്റ്റ് റോഡിലേക്കാണ് പിന്നീട് കയറിയത്. അത് നമ്മുടെ NH 181 ആയിരുന്നു. ഊട്ടി മൈസൂർ റോഡ് അല്ലെങ്കിൽ നാഗപട്ടണം കോയമ്പത്തൂർ ഗുണ്ടൽപേട്ട് ഹൈവേ എന്നും വിളിക്കാറുണ്ട്. നിങ്ങൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് വരികയാണെങ്കിൽ ഈ റോഡ് വഴിയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇനി ആദ്യം ഊട്ടിയിൽ എത്തിയിട്ട് അവിടുന്ന് മസനഗുഡിയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മസനഗുഡിയിൽ യാത്ര നിർത്തണ്ട. മസനഗുഡിയും കഴിഞ്ഞ് നമ്മുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റും കഴിഞ്ഞ് ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി പൂക്കളെയൊക്കെ കണ്ട് നേരെ അങ്ങ് മൈസൂർക്ക് പോവാം. മസനഗുഡി വഴി ഊട്ടിയേക്കാളും കടത്തി വെട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. കാരണം അത്രയും മനോഹരമായ സീനറീസ് ആണ് ഇപ്പൊ തന്നെ ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ വളരെ മനോഹരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. NH 181 കയറിയിട്ട് ഏതാണ്ട് ഒരു 3.3 കിലോമീറ്റർ പോയപ്പോൾ ഇടതുവശത്ത് ചോക്ലേറ്റ് മ്യൂസിയം എന്ന ബോർഡ് കണ്ടു. വണ്ടി നിർത്തുന്നു, യൂബർ ചേട്ടന് പേ ചെയ്യുന്നു. മൂപ്പരെ വിട്ടതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഈ ബിൽഡിംഗ് കുറച്ച് ഹൈറ്റിലാണ് പണിത് വെച്ചേക്കുന്നത്. ഒരു സ്റ്റെപ്പ് ഒക്കെ കയറിയിട്ട് വേണം നമ്മൾ അകത്തേക്ക് ചെല്ലാൻ. ഇവിടെ ചോക്ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം അവർ ചുവരും അതുപോലെ ബോർഡും എല്ലാത്തിനും ഒരു ബ്രൗൺ കളറാണ് നൽകിയേക്കുന്നത്. ഹലോ, അടുത്ത ലൊക്കേഷനിലാണ്. ഇതൊരു ചോക്ലേറ്റ് മ്യൂസിയം ആണ്. ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ടാവും. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നും എന്തെങ്കിലും ചോക്ലേറ്റ്സ് നമുക്ക് കഴിക്കാൻ കിട്ടുമെന്നും ഒക്കെ നോക്കാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കിടക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സിൻസ് 1942 M&N ചോക്ലേറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ് M&N എന്താണെന്നൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് കയറിയിട്ട് നോക്കാം. ഇതാണ് എൻട്രൻസ് ഡോർ. ഇവിടെ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട അതേ ബോർഡ് M&N ചോക്ലേറ്റ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് ഇവിടെ ഉണ്ട്. കീപ് കാം ആൻഡ് ഈറ്റ് ചോക്ലേറ്റ്സ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ബ്രൗണിഷ് കളറില്ലേ, ചോക്ലേറ്റുമായി ബന്ധപ്പെട്ടതുകൊണ്ടായിരിക്കാം ബ്രൗണിഷ് കൊടുത്തേക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഇതാണ് കാണുന്നത്. ഇവിടെ ഒരു മെഷീനും ബോർഡും എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. വേലി കെട്ടി തിരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നിൽ പ്രസന്റ് ചെയ്തേക്കുന്നത്. ലൈറ്റിങ്സും ഒരു വാം ലൈറ്റ് ആണ് മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. ഓൾ ടോട്ടൽ ഒരു വിന്റേജ് മൂഡ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാത്തിനും. 1942 NPS ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് MN ഗുഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപിച്ചത്. ഏറ്റവും ഹെൽത്തി ആയിട്ട് ഇന്നോവേറ്റീവ് ആയ രീതിയിൽ ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ്സ് നൽകുക എന്നുള്ളതായിരുന്നു അവരുടെ മോട്ടീവ്. ചോക്ലേറ്റ്സിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന കാര്യം നമുക്കറിയാം. എന്നാൽ ഈ കാര്യം പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ചോക്ലേറ്റ് മ്യൂസിയം ആണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ കൊക്കോ കർഷകരെ സപ്പോർട്ട് ചെയ്യണം, അതുപോലെ ഇന്ത്യൻ ഒറിജിൻ ഫൈൻ ആയിട്ടുള്ള ചോക്ലേറ്റ്സിനെ ആഗോള തലത്തിൽ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളോടെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നേരെ വലതുഭാഗത്ത് കൊക്കോയുടെ ചിത്രങ്ങളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കൊക്കോയിൽ നിന്നാണ്. അപ്പോൾ കൊക്കോയുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടാണ് ഇവർ തുടങ്ങിയേക്കുന്നത്. കേരളത്തിൽ വനമാടിയിലും പിന്നെ പൊള്ളാച്ചിയിലുള്ള കൊക്കോ ഫാമിലെ ചിത്രങ്ങളാണ് അവർ കൊടുത്തേക്കുന്നത്. അത് അടിയിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. കൊക്കോയുടെ വിവിധ ഫോമുകളുടെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രീനിഷ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ്, യെല്ലോയിഷ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ്, റെഡിഷ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കൊക്കോയുടെ കായ കയ്യിലെടുത്ത് പിടിച്ചേക്കുന്ന ഒരു ചിത്രവും ഇവിടെ കാണാം. അതിന്റെ തൊട്ട് താഴെ ഈ കൊക്കോ കായയുടെ പകുതി ഭാഗം പിഴുത് മാറ്റി അതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്താണെന്ന് കാണിക്കുന്ന രീതിയിൽ അതൊരു ഭരണിയിലിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് മറ്റൊരു ഭരണിയിൽ ഇതേ കായ ഉണക്കിയെടുത്ത് സൂക്ഷിച്ചിരിക്കുന്നതും കാണാം. ആദ്യം നമ്മൾ കൊക്കോ കായയുടെ കുറച്ച് ഇമേജസ് കണ്ടു. അതിന്റെ തൊട്ടിപ്പുറത്ത് 1-2 കാര്യങ്ങൾ ഈ ഒരു ചോക്ലേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് കഴിക്കുമ്പോൾ കുറച്ച് മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ ഐസൈറ്റ് ബൂസ്റ്റ് ആവുകയും ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ആവുകയും ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലും റെറ്റിനയിലും ഉള്ള ബ്ലഡ് ഫ്ലോ വർദ്ധിക്കും. അതായത് രക്തഓട്ടം കൂടും. ഇങ്ങനെ കൂടുന്ന സമയത്താണ് ഐസൈറ്റ് ബൂസ്റ്റ് ആവുന്നതും ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ആവുന്നതും. എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിക്കാന്ന് പറയില്ലേ, അത് ആ സമയത്ത് ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചിലർ പറയാറുണ്ട് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ തലവേദന വരാറുണ്ട് എന്ന്. എന്നാൽ ഇവർ പറയുന്നത് ചോക്ലേറ്റ് കഴിച്ചത്
കഴിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് തലവേദന വരില്ല. മറ്റ് ചില കണ്ടീഷൻസും കൂടെ ഉള്ളവർക്കാണ് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ആ തലവേദനയോ മൈഗ്രെയിനോ ഇച്ചിരി കൂടുതലാവുന്നത്. മറ്റൊന്ന് ഇവർ പറയുന്നത് ചോക്ലേറ്റ് കഴിക്കുന്നത് വഴി നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് ഈസി ആവുന്നതാണ്. അതായത് നമ്മുടെ വയറ്റിലുള്ള കാർബോഹൈഡ്രേറ്റിന്റെയും ലിപ്പിഡിന്റെയും ബ്രേക്ക് ഡൗൺ കുറയ്ക്കാൻ കൊക്കോയ്ക്ക് കഴിയും. അതുവഴി നമ്മുടെ ശരീരഭാരത്തെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. എന്ന് കണ്ട് സ്ഥിരമായിട്ട് ചോക്ലേറ്റ് കഴിക്കാൻ പോയാൽ നല്ല പണി പിന്നാലെ വരും. അധികമായാൽ അമൃതം വിഷമാണ്. തൊട്ടിപ്പുറത്ത് അവർ കോക്കോ പൊടിച്ചു വെച്ചത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തീരെ വെളിച്ചമില്ലാത്തത് കൊണ്ട് അത് ക്ലിയർ ആയിട്ട് എടുക്കാനോ നമുക്ക് ഷൂട്ട് ചെയ്യാനോ സാധിച്ചിട്ടില്ല. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഓലമടഞ്ഞ പാത്രങ്ങള്, മുറം, പഴയ ചില മൺപാത്രങ്ങള്, ഉരല്, ഇതൊക്കെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്ത് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഇത്തരം പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നായിരിക്കണം വേണമെങ്കിൽ അവർ ഇതുവഴി കൺവേ ചെയ്യുന്നത്. ഇതിപ്പോൾ ആയിരിക്കാമെന്ന് പറയാനുള്ള പ്രധാന റീസൺ അവിടെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ജസ്റ്റ് പ്രസന്റ് ചെയ്യുക മാത്രമാണ്, അതിനൊന്നും ഇവിടെ ആരും ഇല്ല എന്നുള്ള ലെവലിലാണ് അവർ പറഞ്ഞത്. ചേച്ചി, ഇവിടെ പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞു തരാൻ കാര്യങ്ങൾ നമ്മൾ കണ്ടുപോവാ അല്ലേ? ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് പണ്ടുകാലം മുതലേയുള്ള ചോക്ലേറ്റ്സിന്റെ കവറുകൾ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നിട്ടോ. ആദ്യകാലം മുതലേയുള്ള എല്ലാ ചോക്ലേറ്റ്സ് കവറും വളരെ മനോഹരമായിട്ടാണ് അവർ ചെയ്തിരുന്നതെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാ കാലത്തും എല്ലാ ചോക്ലേറ്റിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിരുന്നുവെന്നും ചോക്ലേറ്റ് കവറുകൾക്ക് പോലും യുണീക്നെസ് കൊണ്ടുവന്നിരുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും. അതിന് തൊട്ടിപ്പുറത്ത് വീണ്ടും കോക്ക ട്രീയെ കുറിച്ചുള്ള ഒരു ഇൻഫർമേറ്റീവ് പോസ്റ്റർ നൽകിയിട്ടുണ്ടായിരുന്നു. കോക്ക ട്രീ എന്ന് പറഞ്ഞാൽ ഫുഡ് ഓഫ് ദ ഗോഡ്, ദൈവത്തിന്റെ ഭക്ഷണം എന്നാണ് അതിന്റെ ലിറ്ററൽ മീനിങ് വരുന്നത്. അതിൽ കൂടുതലും നൽകിയിരിക്കുന്നത് ഈ കോക്കോ ട്രീയുടെ വളർച്ചയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. പിന്നെ ഏതൊക്കെ തരത്തിൽ കോക്കോ ട്രീകൾ ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോക്കോ ട്രീയെ കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പോസ്റ്ററിന്റെ മുന്നിലും കുറച്ചധികം പാത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കുപ്പിയിൽ ബ്രൗൺ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൊക്കോയുടെ ലിക്വിഡ് ആയിരിക്കണം അതെന്ന്. ഓരോന്നിന്റെയും താഴെ അതിന്റെ നെയിം സ്ലിപ്പ് എങ്കിലും അവർക്ക് എഴുതി വെക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതില്ലാത്തത് വലിയൊരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തു. അതിന്റെ തൊട്ടിപ്പുറത്ത് വെള്ള നിറത്തിൽ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. ആ മെഷീന്റെ ഒരു പാർട്ടിൽ കൊക്കോ കായ പൊടിക്കാനിട്ടേക്കുന്നത് കണ്ടു. അപ്പോൾ ആ ഭാഗത്തുനിന്ന് പൊടിച്ചിട്ട് അതിന്റെ എക്സ്ട്രാക്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. തൊട്ടടുത്ത് മറ്റൊരു ഉപകരണം പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഉപകരണം ഭാരം അളക്കാനുള്ള ഉപകരണമാണെന്നാണ് കാഴ്ചയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെയും പേരോ അതുണ്ടായിരുന്ന കാലഘട്ടമോ ഒന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്തായിട്ട് ചോക്ലേറ്റ്സിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുന്ന മറ്റൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ആന്റി ഓക്സിഡന്റ് വർദ്ധിപ്പിക്കാൻ ചോക്ലേറ്റ് കഴിക്കുന്നത് വഴി സാധിക്കുന്നതാണ്. സാധാരണ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോൾ ആന്റി ഓക്സിഡന്റ് ഉണ്ടാവില്ലേ, അതേ എഫക്റ്റ് തന്നെ നമ്മൾ ചോക്ലേറ്റ് കഴിക്കുമ്പോഴും ഉണ്ടാവുമെന്ന്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഫ്ലവനോയിഡ് റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് കഴിക്കുന്നത് വഴി നമ്മുടെ ബ്ലഡ് പ്രഷർ ലോവർ ആവാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യിക്കാനും സാധിക്കും. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷർ ഇല്ലാണ്ടാക്കാൻ ചോക്ലേറ്റ്സ് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് വഴി ഒരുപാട് കഫീൻ കൺസ്യൂം ചെയ്യുന്നതാണ്. പക്ഷെ ഇവർ പറയുന്നത് നിങ്ങളൊരു കോഫി കുടിക്കുമ്പോൾ 75% കഫീൻ ഉള്ളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അതിന്റെ 20% മാത്രമേ കഫീൻ ഉള്ളൂ എന്നാണ്. സോ ബെറ്റർ ചോക്ലേറ്റ് എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു ഗ്ലാസ് ബോക്സിൽ ചോക്ലേറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചില പൗഡേഴ്സും ചില ബാർസും ഒക്കെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളേഴ്സിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. കൊക്ക ഹസ്ക്, കൊക്ക നിപ്സ്, കൊക്ക ബട്ടർ, കൊക്ക പൗഡർ, മിൽക്ക് പൗഡർ, പാം ഷുഗർ, കെയിൻ ഷുഗർ, കോക്കനട്ട് ഷുഗർ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഐറ്റംസ് നമുക്ക് മുന്നിൽ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ചില പഴയ തരത്തിലുള്ള പാത്രങ്ങൾ, ലബോറട്ടറിയിലൊക്കെ കാണുന്ന പോലത്തെ ബീക്കർ പോലുള്ള പാത്രങ്ങൾ, അതിൽ ഒരെണ്ണത്തിൽ നമ്മുടെ കൊക്കോ കായ ഇട്ട് വെച്ചേക്കുന്നുണ്ട്. കയ്യിലൊക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു കൂജയുണ്ട്, വലിയൊരു പാത്രമുണ്ട്, താഴെ ഭരണിയുണ്ട്, തൂക്കുപാത്രം ഉണ്ട്. ഇതൊന്നും തൊടാൻ പാടില്ല എന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവയൊക്കെ ഒരു കാലത്ത് ചോക്ലേറ്റ്സ് നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുള്ള പാത്രങ്ങളായിരിക്കണം. തൊട്ടിപ്പുറത്ത് ഒരു ചുവന്ന തുണിയിൽ പകുതി ഭാഗം കവർ ചെയ്തിട്ട് ഒരു ചെറിയൊരു മെഷീൻ പോലത്തെ ഒരു സംഭവം കാണാം. ഇപ്പൊ കടകളിലൊക്കെ കിട്ടുന്ന ഒരു ജ്യൂസ് മേക്കർ ഇല്ലേ, നമ്മളിങ്ങനെ അതിന്റെ പൾപ്പ് അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചുണ്ടാക്കണേ, എനിക്ക് അത് ഓർമ്മ വന്നു ഇത് കണ്ടപ്പോൾ. കൊക്കോയുടെ എക്സ്ട്രാക്ട് എടുക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഈ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെയുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ടേസ്റ്റ് ചെയ്യണമെന്ന്. അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇത്, ഹോട്ട് ചോക്ലേറ്റ്സ് വാഫർ ഡിപ്പിംഗ്. വെറും 20 രൂപ മാത്രം. അപ്പോൾ വാങ്ങുകയല്ലേ? ഇത് ചോക്ലേറ്റ് മെഷീനാണോ ചേച്ചി? ചോക്ലേറ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്? വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 20 rupees എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് തരുന്നത്? കാണിക്കുമോ അതൊന്ന്? അത് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് എടുത്തു തരും. ഒരെണ്ണം തരുമോ? 20 rupees അല്ലേ? ആ തരാം. ഓക്കെ, നമുക്കിത് കഴിച്ചു നോക്കാം.
ടേസ്റ്റ് ഉണ്ടോ? 1 സെക്കൻഡ് പറയാം. ഒരെണ്ണം കൂടെ വേണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടെ വാങ്ങിക്കാനിരിക്കുന്നു. ചോക്ലേറ്റ്സ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നതെങ്കിലും ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ടീ പൗഡേഴ്സും കോഫി പൗഡേഴ്സും സ്പൈസസും ഓയിൽസും ഹണിയും ഒക്കെ സെയിലിന് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറെ ചോക്ലേറ്റ്സ് ഐറ്റംസും ഇവരിവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് നോക്കിയപ്പോൾ ഈ ചോക്ലേറ്റ് മ്യൂസിയത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ് അതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവിടെയാണ് ചോക്ലേറ്റ് സെയിൽ നടക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാനും വാങ്ങിക്കാനും ഒക്കെ സാധിക്കുന്നത്. അവരവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് സെയിലിന് വെക്കുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോർമൽ സെഗ്മെന്റ് ആണ്, മറ്റേത് എക്സ്ക്ലൂസീവ് ചോക്ലേറ്റ്സ് ആണ്, മറ്റൊന്ന് ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ്. നോർമൽ സെഗ്മെന്റിൽ ബ്ലെൻഡഡ് കോക്കോ ആണ് അവർ ഉപയോഗിക്കുന്നത്. അതിന് ബ്ലെൻഡിംഗ് ടൈം എടുക്കുന്നത് 8 മണിക്കൂറാണ്. പക്ഷേ ലെസ് പ്രോസസ്ഡ് ആണെന്നാണ് അവർ പറയുന്നത്. കാരണം എക്സ്ക്ലൂസീവ് ചോക്ലേറ്റ്സ് 4 ദിവസം പ്രോസസ് ചെയ്തിട്ടാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്ട്രക്ചറിൽ ഡിഫറൻസും ഉണ്ട്. സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ടാകാൻ വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ് ചോക്ലേറ്റ്സ് കൂടുതൽ കൊക്കോ ബട്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഒരു പ്രിസർവേറ്റീവും അതിൽ ഉപയോഗിക്കുന്നുമില്ല. 1 വർഷത്തോളം അത് ഒരു കേടും വരാതെ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാനാണ് അവർ പറയുന്നത്. ഈ എക്സ്ക്ലൂസീവ് ചോക്ലേറ്റിനെ അവർ വിളിക്കുന്നത് കുവൈച്ചർ ചോക്ലേറ്റ്സ് എന്നാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഡാർക്ക് ചോക്ലേറ്റിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ പറയുന്നത് 45% കൊക്കോ കണ്ടന്റ് മാത്രമേ അതിലുള്ളൂ എന്നാണ്. എന്തൊക്കെ പറഞ്ഞാലും ടേസ്റ്റ് അടിപൊളി എക്സ്ക്ലൂസീവ് ചോക്ലേറ്റിന്റെ ആയിരുന്നു. വായിൽ വച്ചപ്പോൾ തന്നെ നലിഞ്ഞു പോയി. ഇതിനിടയ്ക്ക് എപ്പോൾ പോയി ടേസ്റ്റ് ചെയ്തു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ടേസ്റ്റ് ചെയ്തായിരുന്നു ഇടയ്ക്ക് പോയിട്ട്. കാണണ്ടേ? കാണിച്ചു തരാം. 45% ഡാർക്ക് ചോക്ലേറ്റ് ആണ്. സാമ്പിൾസ് ഇല്ല. 100 അവർ തരില്ല. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം കേട്ടോ. ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇതാണോ പിയർ സാധനം? சில்க் ஸ்மூத்தா இருக்கும். இந்த ஓபன் பார் எல்லாமே சில்கா இருக்கும், ஸ்மூத்தா இருக்கும், ரொம்ப ரிச் டேஸ்ட்ல இருக்கும். ஏன்னா வெளிய வாங்குறது எதுவுமே சாக்லேட் கிடையாது. அதுல வெஜிடபிள் ஃபேட் மிக்ஸ் பண்ணுவாங்க. அது கம்பவுண்ட்ஸ் இருந்து பண்றது. நம்ம எல்லாமே டைரக்டா பீன் இருந்து பண்றோம். அதனால டேஸ்ட் நிறைய டிஃபரண்ட் ஆகும். இந்த மில்க் சாக்லேட் அது மில்க். இது டார்க்னா இது 45% கோகோ கண்டென்ட். இது ஸ்வீட்டா தான் இருக்கும். ரொம்ப பிட்டரா இருக்காது. ഇത് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് നമ്മുടെ സാധാരണ വൈറ്റ് ചോക്ലേറ്റ്. ഇത് മിൽക്ക് ചോക്ലേറ്റ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതിൽ 45% ആണ് കൊക്കോ കണ്ടന്റ് ഉള്ളത്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് വൈറ്റ് ആണ്. വൈറ്റിൽ വേണ സെപ്പറേറ്റാവും ഇരിക്കാതെ 240 rupees വൈറ്റ് കാഷ്യൂ. വൈറ്റിൽ വെറൈറ്റീസ് വേണ അവിടെ ഉണ്ട്. വൈറ്റ് സ്ട്രോബെറി, ബ്ലാക്ക് കറന്റ്, ഓറഞ്ച്, വൈറ്റ് റോസ് അതെല്ലാം ഉണ്ട്. അവർ പറഞ്ഞു കേട്ട് കാണുമല്ലോ. നോർമൽ സെഗ്മെന്റ് മാത്രമേ ടേസ്റ്റിങ്ങിന് അവർ കൊടുക്കുന്നുള്ളൂ. അപ്പൊ എക്സ്ക്ലൂസീവ് കഴിക്കണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം. രണ്ടും കൽപ്പിച്ച് ഞാൻ എക്സ്ക്ലൂസീവിലെ കുറച്ച് പീസുകൾ വാങ്ങിച്ചു. ആദ്യം എടുത്തത് മാംഗോ ട്രഫിൾ ആയിരുന്നു. രണ്ടാമത് റോസ് ട്രഫിൾ. മൂന്നാമത് കൊക്കോ റിച്ച്. അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം എടുത്തു വെച്ചു. നെക്സ്റ്റ് എടുത്തത് മൈ ഫേവറേറ്റ് ഫ്രൂട്ട് സ്ട്രോബെറി ഫില്ലിംഗ് ടൈപ്പ് ആണ്. നെക്സ്റ്റ് വൺ കാരമൽ റിച്ച് ആയിരുന്നു കേട്ടോ. ഭയങ്കര വൈറ്റിഷ് ആയിട്ടാണ് അത് കിടന്നിരുന്നത്. പിന്നെ എടുത്തത് ഓറഞ്ച് ഫില്ലിങ്ങും പെപ്പർ ഹണിയുമായിരുന്നു. ഫൈനലി കോക്കനട്ട് ട്രഫിളും ചില്ലി ചോക്കോയും എടുത്തു. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് റോസ് ട്രഫിളും മാംഗോ ട്രഫിളും ആയിരുന്നു. സ്ട്രോബെറി ഫില്ലിങ്ങും ഇഷ്ടമായിട്ടോ. കാരമൽ റിച്ചും കൊള്ളാം. പിന്നെ വായിലെടുത്ത് വെച്ചിട്ട് അയ്യോ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് ആ കോക്കോ റിച്ച് ആയിരുന്നു. നമ്മുടെ മണ്ണിന്റെ കളർ മാത്രമാണെന്ന് വിചാരിച്ചത്. പക്ഷെ എനിക്ക് ആ ഒരു മണ്ണിന്റെ ചോവയാണ് അത് ഫീൽ ചെയ്തത്. എന്താണെന്നറിയില്ല, എനിക്കത് ഇഷ്ടമായില്ല. ചിലപ്പോൾ പ്യുവർ കോക്കോ പൗഡർ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇഷ്ടമാവാണ്ടിരുന്നത്. കോക്കനട്ടിൻ്റെതും കൊള്ളായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ ആവറേജ് എന്നുള്ള രീതിക്ക് എനിക്ക് ഇഷ്ടമായിട്ടുള്ളൂ. ആക്ച്വലി ഈ മ്യൂസിയം റീലൊക്കേറ്റഡ് ആണ്. പക്ഷെ മാപ്പിലൊന്നും അങ്ങനെ ഒരു ലൊക്കേഷൻ വിസിബിൾ ആയിരുന്നില്ല. ഊട്ടിയിൽ വരുമ്പോൾ നിങ്ങൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യുക. കാരണം അധികം ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല പ്യുവർ ചോക്ലേറ്റ് ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഊട്ടി യാത്ര കുറച്ചുകൂടെ മധുരമാക്കാൻ സാധിക്കും. പേഴ്സണലി എനിക്ക് ഈ സ്ഥലം ഇഷ്ടമായിട്ടോ. പക്ഷെ ചില പോരായ്മകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത്തരം കാര്യങ്ങളും കൂടെ ബെറ്റർ ആക്കുകയാണെങ്കിൽ വരുന്ന ആളുകൾക്ക് ഇത് കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വിസിറ്റ് ആയിരിക്കും. ഊട്ടി യാത്രയുടെ മൂന്നാമത്തെ ലൊക്കേഷൻ വളരെ സ്വീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷൻ പിടിക്കാൻ പോവാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഈസ് യുവർ കാമ്പർ ഗേൾ ഫ്രം ഊട്ടി സൈനിങ് ഓഫ്. മഞ്ഞ് മൂടി കിടക്കാണ്, ഫുള്ള് മഞ്ഞ്.